ചോര ചിന്താതെ രക്ഷപ്പെട്ടു പോരുക എന്നൊക്കെ പറഞ്ഞ ഹോ, ചിന്തിക്കാൻ ഒക്കുന്ന സംഗതിയാണോ? എന്താ രാമേട്ടാ ഇതിന്റെയൊക്കെ അർത്ഥം? ഒരിക്കലും ഡോക്ടർ രേഖയെ കാണാൻ ഞാൻ പോകരുതായിരുന്നു. സ്വയം നിയന്ത്രിക്കാനായില്ല. ആരായാലും അങ്ങനെ ഒരു സന്ദർഭത്തിൽ ചെയ്തു പോകുന്നതേ ബാബും ചെയ്തുള്ളൂ. എന്നാച്ചേ, செய்தி ஏதாவது கிடைச்சதா? വേഗം പറയ് രാമേട്ടാ. വിശാലിനെ കണ്ടോ? വിശാലിനെ കണ്ടില്ല, പക്ഷെ വേറൊരാളെ കണ്ടു, മിനിക്കുട്ടിയെ. രാമേട്ടൻ ഡാനിയലിന്റെ മാളികയിൽ പോയോ? ശീക്രം വിളക്കമ്മ ചൊല്ലുങ്കോ. മിനിക്കുട്ടി ഇപ്പോ മാളികയിലൊന്നും അല്ല ഇവനെ, അവളുടെ സ്വന്തം വീട്ടിലാ. സ്വന്തം വീട്ടിലോ? അതെ, ഡാനിയൽ അവളെ തിരികെ കൊണ്ടുവിട്ടു. മുരുക, നിമ്മതിയാച്ച്. സത്യാണോ? അയാൾ അങ്ങനെ ചെയ്തോ? ഞാൻ നേരി കണ്ടിട്ടില്ലേ മോളെ വരുന്നത്. അതുമാത്രമല്ല, മിനിക്കുട്ടിയുടെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽപ്പിച്ചിട്ടില്ലെന്ന് അവള് തന്നെ പറഞ്ഞു. ഇതിലപ്പുറം ഭാഗ്യമുണ്ടോ മോളെ? ആ കടുവാ കൂട്ടിപ്പെട്ടിട്ട് ചോര ചിന്താതെ രക്ഷപ്പെട്ടു പോരുക എന്നൊക്കെ പറഞ്ഞ ഹോ, ചിന്തിക്കാൻ ഒക്കുന്ന സംഗതിയാണോ? മോക്കറിയാലോ ആളിന്റെ സ്വഭാവം. അതാ എനിക്ക് അത്ഭുതം തോന്നുന്ന രാമേട്ടാ. എന്തുകൊണ്ട് അയാൾ അങ്ങനെ ഒരു ദയ കാണിച്ചു? അതിനൊരു കാരണം ഉണ്ടാവില്ലേ? രാമേട്ടനൊന്ന് ഓർത്തു നോക്കൂ. വിശാലിനെ കിട്ടാനായി മിനിക്കുട്ടിയെ തട്ടിക്കൊണ്ടുപോവാ. വിശാലിനെ കിട്ടാതെ അവളെ തിരിച്ചു തരില്ല എന്ന് മുന്നറിയിപ്പ് കൊടുക്കുക. ഇത്രയും ദിവസം അവളെ മാളികയിൽ അടച്ചിടുക, എന്നിട്ട് പെട്ടെന്നൊരു ദിവസം തിരിച്ചേൽപ്പിക്കുക. എന്താ രാമേട്ടാ ഇതിന്റെയൊക്കെ അർത്ഥം? അർത്ഥം, വിശാലിനെ കിട്ടാത്ത സ്ഥിതിക്ക് മിനിക്കുട്ടിയെ പിടിച്ചു വെച്ചത് കൊണ്ട് ഗുണമില്ലെന്ന് വിചാരിച്ചു കാണും. ഡാനിയൽ അങ്ങനെ വിചാരിക്കോ? ആഗ്രഹിച്ചത് നേടാതെ അയാൾ അങ്ങനെ ഒരു ത്യാഗം ചെയ്യുമെന്ന് രാമേട്ടന് തോന്നുന്നുണ്ടോ? പിന്നെന്തുണ്ടാവും? എനിക്ക് പിടികിട്ടുന്നില്ല. എനിക്ക് പിടികിട്ടുന്നുണ്ട് രാമേട്ട. വിശാൽ അയാളുടെ പിടിയിൽ പെട്ടുകഴിഞ്ഞു. അതെ രാമേട്ട, ആരെയോ കിട്ടിയെന്ന് മെസ്സേജ് വന്നിട്ടല്ലേ ഫ്രെഡി പെട്ടെന്ന് തിരിച്ചു പോയത്. കിട്ടിയത് വിശാലിനെ ആയിരിക്കും. എനിക്ക് വേണ്ടി പാവം വിശാല് ബലിയാടായി കഴിഞ്ഞു രാമേട്ട. മോളെ, അങ്ങനെയൊന്നും ആവില്ല. മോള് വെറുതെ അല്ല, ഇരയെ കിട്ടിയ സന്തോഷത്തിലായാല് അതുകൊണ്ടാ മിനിക്കുട്ടിയെ വേണ്ടാന്ന് വെച്ചത്. ഈശ്വര, വിശാൽ അയാളുടെ കയ്യില് എനിക്ക് തല കറങ്ങുന്നു രാമേട്ട. മോളെ, മോളെ, യമുന, മോളെ, യമുന, ജലം എടുത്തിട്ട് വാ. ശീഘ്രം. വിശാൽ, മോളെ, മോളെ, വിശാൽ, യമുനെ, യമുന മോളെ, വിശാൽ, മോളെ, വിശാൽ, മോളെ, മോളെ, വിശാൽ. മോളെ. ബാബു, ആ, പ്രസാദേട്ടനോ? ബാബു എങ്ങോട്ടാ? കൃഷ്ണമാമൻ്റെ ടെക്സ്റ്റൈൽ വരെ ഒന്ന് പോകണം. എന്നാ കയറൂ. വേണ്ട പ്രസാദേട്ടാ,
കേറന്ന്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ബാബുവിൻ്റെ മനസ്സെനിക്ക് കാണാം. ഒന്നുകൊണ്ടും വിഷമിക്കരുത്. ഒരാശങ്കയുടെയും കാര്യമില്ല. ബാബു ഒരു കുറ്റം ചെയ്തിട്ടില്ലല്ലോ. എന്നിട്ടും എന്നെയല്ലേ പോലീസ് സംശയിച്ച് പ്രസാദേട്ടാ? എന്നെയല്ലേ ചോദ്യം ചെയ്തതും മർദ്ദിച്ചതും? വിധിയാണ്. പക്ഷേ ബാബു കുറ്റം ചെയ്തെന്ന് തെളിയിക്കാൻ അവർക്ക് കഴിയില്ല. ബാബു ഒരിക്കലും ശിക്ഷിക്കപ്പെടില്ല. കുറ്റവാളി ഏറെ നാൾ രക്ഷപ്പെട്ട് നടക്കാനും പോകുന്നില്ല. എനിക്കങ്ങനെ തോന്നുന്നില്ല പ്രസാദേട്ടാ. എന്നെ സംശയിക്കാനുള്ള കാരണങ്ങൾ ഞാൻ തന്നെയല്ലേ ഉണ്ടാക്കിയത്? ഒരിക്കലും ഡോക്ടർ രേഖയെ കാണാൻ ഞാൻ പോകരുതായിരുന്നു. പക്ഷേ സുമിത്രേച്ചിയുടെ സങ്കടം കണ്ടപ്പോൾ എനിക്ക് സഹിക്കാനായില്ല, സ്വയം നിയന്ത്രിക്കാനായില്ല. വരും വരാകയെ പറ്റി ചിന്തിച്ചില്ല. ആരായാലും അങ്ങനെ ഒരു സന്ദർഭത്തിൽ ചെയ്തു പോകുന്നതേ ബാബുവും ചെയ്തുള്ളൂ. ബാബുവിൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. പ്രസാദേട്ടൻ വിശ്വസിക്കണം, ഒരിക്കലും പ്രസാദേട്ടൻ്റെയും ഡോക്ടർ രേഖയുടെയും വിവാഹം നടക്കരുതെന്ന് സുമിത്രേച്ചി ആഗ്രഹിച്ചിട്ടില്ല. ഡോക്ടർ രേഖയോട് സുമിത്രേച്ചിക്കോ എനിക്കോ ഒരു വിരോധവും തോന്നിയിട്ടില്ല. വിവാഹമോചനത്തിന് ആഗ്രഹിച്ചത് സുമിത്രേച്ചിയല്ലേ, അല്ലാതെ പ്രസാദേട്ടനല്ലല്ലോ. പിന്നെന്തിന് നിങ്ങളുടെ വിവാഹത്തിൽ ചേച്ചിക്ക് രോഷം ഉണ്ടാവണം? ഇതൊക്കെ എനിക്കറിയാവുന്നതല്ലേ ബാബു. പക്ഷേ പോലീസ് പറഞ്ഞത് മറിച്ചാണല്ലോ. നിരാശ മൂലം സുമിത്രേച്ചി എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചതാണെന്ന് വരെ അവർ വ്യാഖ്യാനിച്ചു. പ്രസാദേട്ടന് തോന്നുന്നുണ്ടോ എൻ്റെ സുമിത്രേച്ചി? എന്താ ബാബു, എനിക്കറിഞ്ഞൂടെ സുമിത്രേ? പോലീസ് എന്ത് വ്യാഖ്യാനം വേണമെങ്കിൽ നടത്തിക്കോട്ടെ, ആര് വേണമെങ്കിലും നിങ്ങളെ കുറ്റപ്പെടുത്തിക്കോട്ടെ. പക്ഷേ ആ കൂട്ടത്തിൽ ഒരിക്കലും ഈ പ്രസാദം ഉണ്ടാവില്ല ബാബു. സുമിത്രയോട് പറയണത് പറയോ? പറയാം. വിഷമിക്കരുത്, ബാബുനൊന്നും സംഭവിക്കില്ല. ആശ്വാസമായി. വേറെ ആര് സംശയിച്ചോട്ടെ, പ്രസാദേട്ടൻ വിശ്വസിക്കുന്നുണ്ടല്ലോ ഞങ്ങളെ. അത് മതി, അത് മാത്രം മതി. ഡേവിഡിന് എന്തു തോന്നുന്നു? ഒരു മർഡറിലേക്ക് നയിക്കാൻ തക്കവണ്ണമുള്ള പ്രകോപനം ഡോക്ടർ രേഖ സുമിത്രയോട് പറഞ്ഞ ആ ഇൻസൾട്ടിംഗ് ഡയലോഗിലുണ്ടോ? എത്ര രോഷം തോന്നിയാലും ഡോക്ടർ രേഖയെ പോലുള്ള സോഷ്യൽ ഡിഗ്നിറ്റിയുള്ള ഒരു സ്ത്രീക്ക് പറയാൻ പറ്റുന്ന വാക്കുകൾക്ക് ഒരു പരിധിയുണ്ടാവുമല്ലോ. സുമിത്രയാണെങ്കിലും ഒരു സാധാരണ സ്ത്രീയല്ല, ഷീസ് എ റൈറ്റർ. അപ്പോ എനിക്ക് തോന്നുന്നത് വാക്കുകളേക്കാൾ ഡോക്ടർ രേഖയുടെ അപ്രോച്ചാണ് സുമിത്രയെ നോവിച്ചതെന്നാണ്. എന്തു പറയുന്നു താൻ? ശരിയാണ് സാർ. ബാബുവിനെ പ്രവോക്ക് ചെയ്തത് സ്വന്തം ചേച്ചിയെ പരസ്യമായി അവഹേളിച്ചു എന്നുള്ള ബോധമാണ്. സുമിത്രയോട് ചോദിച്ചാൽ അനുവദിക്കത്തില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാവാം അവൻ ആരോടും പറയാതെ ഡോക്ടർ രേഖയെ ചെന്ന് കണ്ടതും ചൂടായതും. രേഖയും പിന്നീട് അതേ സ്റ്റാൻഡ് തുടർന്നിരിക്കാനും സാധ്യതയില്ല. കാരണം സുമിത്രയോട് റഫായി പെരുമാറിയതിൽ കുറ്റബോധം തോന്നുന്നുവെന്ന് അവർ തന്നെ അഡ്വക്കേറ്റ് ജയന്തിയോട് പറഞ്ഞല്ലോ. അതെ സാർ. ദാറ്റ് മീൻസ് ഒരേകപക്ഷീയമായ വഴക്ക് പറച്ചിലിന് ശേഷം രോക്ഷമടങ്ങി ബാബു തിരിച്ചു പോയിട്ടുണ്ടാവും, ഇല്ലേ? അതിനാണ് ഏറെ സാധ്യത. മാത്രമല്ല സാർ, ആകസ്മികമായി ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട് ജയിലിൽ പോയ ചരിത്രമാണ് ബാബുവിൻ്റേത്. ജയിൽ റെക്കോർഡിൽ അവനെപ്പറ്റി നല്ല വരികളാണ് ചേർത്തിരിക്കുന്നത്. ഓഹോ,
രാംമോഹന്റെ കാര്യമോ? ചിത്രം വളരെ വ്യത്യസ്തമാണ്. വളരെയേറെ വർഷങ്ങളായി അനിയത്തിയെ പാടെ മറന്നാണ് അയാൾ ജീവിച്ചത്. സ്വന്തം സുഖം മാത്രമായിരുന്നു അയാൾക്ക് പ്രധാനം. ഒരു ഫൈൻ മോർണിംഗിൽ അനിയത്തി തേടി വന്നതാവട്ടെ ഒരു ഗൂഢമായ ഉദ്ദേശത്തോടു കൂടിയും. അതെ, ദിവസങ്ങൾക്കുള്ളിൽ അയാളുടെ മുഖം മൂടി പൊളിയുകയും റിയൽ ഫേസ് പുറത്തു വരികയും ചെയ്തു. ഡോക്ടർ രേഖയെ ശത്രുവായി പ്രഖ്യാപിച്ചു തന്നെയായിരുന്നു പിന്നെ പെർഫോമൻസ്. പക്ഷേ അത് ഫ്ലോപ്പ് ആവുകയും ചെയ്തു. ന്യായമായും രേഖയെന്നല്ല ആരായാലും പ്രതീക്ഷിക്കുക റിവെഞ്ച്ഫുള്ളായ ഒരു ക്രിമിനലിന്റെ തിരിച്ചുവരവാണ്. പക്ഷെ അവിടെ രാംമോഹൻ എല്ലാവരുടെയും കണക്കുകൂട്ടൽ തെറ്റിച്ചു കളഞ്ഞു, നമ്മുടേതടക്കം. രേഖയുടെ മർഡർ ശ്രമം നടക്കുമ്പോൾ അയാൾ വീടിന് പുറത്തായിരുന്നല്ലോ. ഡോക്ടർ മേനോന് റാമിനെ പറ്റി ഒരു സംശയവുമില്ല. പക്ഷെ എൻ്റെ മനസ്സിലൊരു കരട് വീണിട്ടുണ്ട് സാർ. ആസ്പത്രിയിൽ ഐസുവിന് മുമ്പിലെയും ഹോട്ടലിൽ ബാറിലെയും അയാളുടെ പെർഫോമൻസ് പരസ്പര വിരുദ്ധമാണ്. ഒന്ന് നീറ്റായി ചോദ്യം ചെയ്താൽ ആ ഇരട്ട വ്യക്തിത്വം പുറത്തു കൊണ്ടുവരാൻ പറ്റും എന്നെൻ്റെ മനസ്സ് പറയും സാർ. സാർ അനുവദിച്ചാൽ. നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നത് പണ്ടേ എനിക്കിഷ്ടമല്ലെന്ന് തനിക്കറിയാവല്ലോ. അറിയാം സാർ. ഇന്നലെ അത്താഴം കഴിക്കുന്നതിനിടയിൽ അറിയാതെ ആ പയ്യന്റെ മുഖം ഓർമ്മയിൽ വന്നു. അവൻ കുറ്റക്കാരനല്ലെന്ന് ഒരു നിമിഷം തോന്നിപ്പോയി. താൻ ഒരു കാര്യം ചെയ്യും, ആ രാംമോഹനെ വിളിച്ചു വരുത്ത്. അദ്ദേഹത്തെ നമുക്ക് കാര്യമായി ഒന്ന് ചോദ്യം ചെയ്യണം. ചെല്ല്. മിസ്റ്റർ രാംമോഹൻ, കമോൺ. ഇങ്ങനൊരവസ്ഥയിൽ രാംമോഹനെ സ്റ്റേഷനിലേക്ക് വരുത്തിയത് അത്ര ശരിയല്ലെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഓരോരുത്തരും അവരവർക്കറിയാവുന്ന കാര്യങ്ങൾ പോലീസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് കേസന്വേഷണം കൂടുതൽ ഈസിയാക്കും, സ്പീഡിയാക്കും. ഇതൊരു പോലീസ് സ്റ്റൈൽ ഇൻട്രോഗേഷൻ ആണെന്നൊന്നും റാം ധരിച്ചു കളയരുത്. ജസ്റ്റ് എ ഡയലോഗ്, അത്രേ ഉള്ളൂ. പക്ഷേ സാർ, ഞാൻ ആകെ അപ്സെറ്റാണ്. ആഹാരമില്ല, ഉറക്കമില്ല. ഈ കണ്ടീഷനിൽ ഏകാന്തതയാണ് ഞാൻ കൊതിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം എന്നെ വിട്ടേക്കണം സാർ. കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ തന്നെ ഇങ്ങോട്ട് വരാം. പക്ഷെ അത്ര വരെ കാത്തിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ലല്ലോ റാം. കേസ് ഇതൊന്നും മാത്രമല്ലല്ലോ അന്വേഷിക്കാനുള്ളത്. അതുകൊണ്ട് സമയം കളയാതെ നമുക്ക് തുടങ്ങാം. എവിടെ നിന്ന് തുടങ്ങണം റാം? അനിയത്തിയുടെ നേഴ്സിംഗ് ഹോമിലെ ആ കൂട്ടമരണത്തിലോ അതോ സ്ട്രീറ്റ് റൗഡി മുരുകന്റെ കൊലപാതകത്തിലോ? സാർ, ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഞങ്ങളും അതൊക്കെ മറക്കാൻ ശ്രമിക്കായിരുന്നു. അപ്പോഴല്ലേ നീ പുതിയ കളി കളിച്ചത്. അതിരിക്കട്ടെ, പരോൾ കിട്ടുമോന്ന് നിനക്ക് വലിയ വെപ്രാളമായിരുന്നെന്ന് നിന്റെ കൂടെ സെല്ലിലുണ്ടായിരുന്ന മാധവൻ പറഞ്ഞല്ലോ. എന്തായിരുന്നു അത്രയ്ക്ക് വലിയൊരു പരവേശം? എൻ്റെ അനിയത്തിയെ കാണാൻ, അവളുടെ കല്യാണത്തിൽ ആദ്യാവസാനക്കാരനായി പങ്കെടുക്കാൻ. അതിന് മാത്രമായിരുന്നു സാർ. ഇത് കഴുതകളോട് പറയാനുള്ള ഡയലോഗ്. ഞങ്ങൾ പോലീസുകാരോട് സത്യം പറയണം. സത്യമാണ് സാർ ഞാൻ പറഞ്ഞത്. നിന്നെ മുറിയിലിട്ട് പൂട്ടിയിട്ട് പോലീസിനെ ഫോൺ ചെയ്തു വരുത്തി നിന്നെ പിടിച്ചു കൊടുത്ത അനിയത്തി, ആ അനിയത്തിയുടെ കല്യാണത്തിന് ആദ്യാവസാനക്കാരനായി പങ്കെടുക്കാൻ നിനക്ക് ദാഹം അല്ലടാ? ഇത്ര വലിയ മാനസാന്തരം നിനക്ക് എങ്ങനെ വന്നു? സത്യം പറഞ്ഞാൽ നിനക്ക് നല്ലത്. പറടാ. ഡോക്ടർ രേഖയെ കൊല്ലാനല്ലേ നീ പരോളിലിറങ്ങിയത്? അല്ല സർ. അവരെ സ്നേഹിക്കുന്നതായി നടിച്ച് അവിടെ തന്നെ താമസിച്ചത് സ്വസ്ഥമായും സൗകര്യമായും അവരെ അവസാനിപ്പിക്കാനായിരുന്നില്ലേ? മഹാപാപം പറയല്ലേ സർ. നീ പറഞ്ഞിട്ടല്ലേ അവർ കല്യാണ വേഷവും ആഭരണവും അണിഞ്ഞത്? ഈശ്വര, എന്തൊക്കെയാണ് ഈ സാർ ചോദിക്കുന്നത്?
BP നോർമൽ ആയിട്ടുണ്ട്. ECG പ്രശ്നമൊന്നുമില്ല. ഡോക്ടർ, ദേ രേഖ. രേഖ, യെസ്, ഷീ ഈസ് കമ്മിങ് ബാക്ക്. ഷീ ഹാസ് സർവൈവ്ഡ്. രേഖ, രേഖ, കേൾക്കാമോ? രേഖ, രേഖ ഉണർന്നു കഴിഞ്ഞു. ദാ ഇപ്പൊ ഇവിടെയാണ്, ഞങ്ങളുടെ കൂടെയാണ്. സാരമില്ല, അപകടനില കവർ ചെയ്ത് കഴിഞ്ഞു. ഡോക്ടർ ഇവിടെ തന്നെ നിൽക്കണം, ഞാൻ ഇപ്പൊ വരാം. രേഖ, രേഖ. ഇതെവിടെയാ? യു ആർ ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലോ? അതെ. പ്രസാദ്. പ്രസാദ്, പറയൂ രേഖ. എനിക്ക് പ്രസാദിനെ ഒന്ന് കാണാൻ. പിന്നെന്താ, കാണാലോ. പ്രസാദിനെ ഉടനെ വരുത്താം. രേഖ, രേഖ, രേഖ. ഹലോ. ഇത് സിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ സിദ്ധാർത്ഥനാ. ആ, പറയൂ ഡോക്ടർ, എന്താ ന്യൂസ്? ആ, ഒരു ഗ്ലാഡ് ന്യൂസ് ആണ്. ഡോക്ടർ രേഖയ്ക്ക് ബോധം തെളിഞ്ഞു. ഈസ് ഇറ്റ്? വെരി ഗുഡ്. ഞങ്ങളിതാ വന്നു. ഡേവിടെ, ഡോക്ടർ സിദ്ധാർത്ഥൻ വിളിച്ചിരുന്നു. ഡോക്ടർ രേഖയ്ക്ക് ബോധം വീണുന്ന്. വേഗം നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ? കിട്ടുന്നില്ലല്ലോ. എക്സ്ക്യൂസ് മീ, ഒന്ന് ഫോൺ ചെയ്യണം. ഹലോ. ഹലോ പ്രസാദ്, ഡോക്ടർ മേനോനാണ്. ആ, എന്താ സാർ? രേഖയ്ക്ക് ബോധം വീണു. റിയലി? യെസ്, ഞാനത് എത്തിക്കഴിഞ്ഞു. ഇടയ്ക്ക് ബോധം തെളിഞ്ഞു, ഉടനെ മറയുകയും ചെയ്തു. കഷ്ടമായല്ലോ. അങ്ങനെയല്ല സാർ, അത് നല്ല സൂചനയാണ്. റിക്കവറിയുടെ സിഗ്നലാണ്. ഓഹോ, ബോധം വീണപ്പോ എന്തെങ്കിലും സംസാരിച്ചോ? ഇല്ല സാർ. കൊല്ലാൻ ശ്രമിച്ച ആരാണെന്ന് ചോദിച്ചോ? നോ സാർ. ഛേ, അത് ചോദിക്കാമായിരുന്നില്ലേ? ഒരു ചെറിയ ക്ലൂ കിട്ടിയാൽ അതൊരു നേട്ടമായിരുന്നില്ലേ? നിങ്ങൾ പോലീസിന്റെ മെത്തേഡല്ല സാർ ഞങ്ങളുടേത്. പേഷ്യന്റിന്റെ മാനസികവും ശാരീരികവുമായ കണ്ടീഷനാണ് ഞങ്ങൾക്ക് പ്രധാനം. പേഷ്യന്റ് നോർമൽസിയിലേക്ക് വന്നു എന്ന് ബോധ്യമാകാതെ എന്തു ചോദിച്ചിട്ടും പ്രയോജനമില്ല. ഒന്നും അവിടെ റിപ്പോർട്ട് ചെയ്യില്ല. ദാറ്റ് ഈസ് ഹ്യൂമൻ ബ്രെയിൻ. ശരിയാവാൻ നിങ്ങൾ പറയുന്നത്. പക്ഷെ പോലീസിന് പോലീസ് ആവാതിരിക്കാൻ പറ്റില്ലല്ലോ. എങ്കിൽ പിന്നെ ലാത്തയും കളഞ്ഞിട്ട് കഴുത്തിൽ സ്റ്റെതസ്കോപ്പും തൂക്കിയിട്ട്
ഞങ്ങൾ നടക്കാം. ഡോക്ടർ, രേഖ കണ്ണു തുറന്നു. വരൂ. ഡേവിഡ് വന്നു. സർ. രേഖ, 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 കേൾക്കുന്നുണ്ടോ? ഞാൻ ഡോക്ടറാണ്. കണ്ണ് ശരിക്കും തുറക്കൂ. കാണാമോ എന്നെ? കാണാങ്കി കാണാന്ന് പറയൂ. കാണാമോ? കാണാം. ഇനി ചോദിച്ചൂടെ? അല്പം കൂടി കാത്തിട്ട് പോരെ സർ. കാത്തു നിൽക്കുമ്പോ പിന്നെ ബോധം പോയാലോ? സംസാരിക്കുന്നുണ്ടല്ലോ, ചോദിക്കാം. ഒന്ന് മാറിയേ. രേഖ, ഞാൻ സർക്കിൾ ഇൻസ്പെക്ടറാണ്. നോക്കൂ. ഒരു പ്രധാന കാര്യം ഡോക്ടർ രേഖയിൽ നിന്നും അറിയണം. ഡോക്ടറെ ഒരാൾ കൊല്ലാൻ ശ്രമിച്ചത് ഓർമ്മയുണ്ടോ? പറയൂ, ഓർമ്മയുണ്ടോ? ഉണ്ടെങ്കിൽ അത് ആരാണെന്ന് പറയാമോ? പേടിക്കണ്ട, പേര് പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. പറയൂ, ആരായിരുന്നു? അത് എന്റെ നിത്യശത്രുവുമായുള്ള ദാമ്പത്യം ആ സത്യമെന്നും സ്വപ്നമായി നിൽക്കുമ്പോളെ ഒരിക്കലും അത് സത്യമാവില്ല. സത്യമാവാൻ ഈ റാം സമ്മതിക്കില്ല. ആര്? ആര്? ഏട്ടൻ രാംമോഹൻ. റാം മോഹൻ. പോലീസിനെ നീ ഫൂളാ കൊല്ലണം. അനിയത്തിയുടെ ആശുപത്രിയും പൂട്ടിച്ച് അവിടുത്തെ പേഷ്യൻസിനെ കൊന്ന് ജയിലിൽ പോയിട്ട് ജയിലിനകത്ത് വെച്ച് നിനക്ക് മാനസാന്തരം അല്ലടാ. പരോളിലിറങ്ങി ആ പാവത്തിന്റെ നല്ല ചേട്ടനായി അഭിനയിച്ചിട്ട് അവളെ കൊല്ലാൻ നോക്കിയല്ലടാ. എന്താടാ നീ വിചാരിച്ചത്? ആ ചെക്കനെ ബലിയാടാക്കി ഞങ്ങളെ പറ്റിച്ചങ്ങ് രക്ഷപ്പെടാന്ന് വിചാരിച്ചോ? നിന്നെ കൊണ്ട് ഞാൻ സത്യം പറയിക്കും. വള്ളി പുള്ളി വിസർഗം തെറ്റാതെ ആദ്യം തൊട്ടുള്ള മുഴുവൻ പറയണം. പറയാൻ പറടാ, പറയാൻ പറയടാ. ഞാൻ പറയാം. മോള് സാധിച്ചു തരുമോ? എന്താ സംശയം? ഏട്ടൻ പറയൂ, എന്താണ്? നീ നന്നായിട്ടൊന്ന് അണിഞ്ഞൊരുങ്ങി വാ. മുഹൂർത്തപ്പെട്ടും ആഭരണങ്ങളും ഒക്കെ ഇട്ട് ഒരു കല്യാണ പെണ്ണിനെ പോലെ. എന്തിനാ ഏട്ടാ? ഏട്ടന്റെ ആഗ്രഹം സാധിച്ചു തരാമെന്ന് പ്രോമിസ് ചെയ്താണ്. വാക്ക് തെറ്റിക്കരുത് പ്ലീസ്. ശരി ഏട്ടാ. അപ്പൊ ഏട്ടൻ വന്നത് പക വീട്ടാനാണല്ലേ? അതെ, നീ പക വീട്ടാൻ തന്നെ. പക ഉള്ളിൽ നെരിപ്പോട് പോലെ എരിയുമ്പോഴുള്ള നീറ്റൽ നിനക്കറിയില്ലല്ലോ, എനിക്കറിയാം. ഇവിടെ അഭയം തേടി വന്ന എന്നെ തന്ത്രപൂർവം മുറിയിലിട്ട് പൂട്ടി പോലീസിന് കൈമാറിയ പുന്നാര അനിയത്തിയല്ലേ നീ? എന്നിട്ട് ആ കരിങ്കൽ കോട്ടയ്ക്കുള്ളിൽ വെറുന്തറയിൽ കൊതുകടിയുമേറ്റ് ഞാൻ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോ നീ ഇവിടെ ഭാവി ദാമ്പത്യ ജീവിതത്തെ പറ്റി സ്വപ്നം കൊണ്ട് ഉറങ്ങിയായിരുന്നു അല്ലേ? എന്റെ നിത്യശത്രുവുമായുള്ള ദാമ്പത്യം ആ സത്യമെന്നും സ്വപ്നമായി നിൽക്കുമ്പോളെ ഒരിക്കലും അത് സത്യമാവില്ല. സത്യമാവാൻ ഈ റാം സമ്മതിക്കില്ല.
എവിടെ ഇത്രയും നല്ലൊരു കാര്യം ചെയ്ത സ്ഥിതിക്ക് കൊടുത്തത് പോരാ, ബാക്കിയോടെ കൊടുത്തേക്ക്. ഐ ആം റെഡി സാർ. എഴുന്നേൽക്കണം. രേഖേ, രേഖേ, സർ ഉണർത്തണ്ട. രേഖയ്ക്ക് ബോധം വീണെന്ന്. ശരിയാണ്, പക്ഷെ വീണ്ടും ബോധം മറിഞ്ഞു. പുറത്തിരിക്കൂ, ഡോക്ടർ വരാറായി. ഓ, ഡോക്ടർ ഇവിടെ ഉണ്ടായിരുന്നോ? അതെ. രേഖയെ കണ്ടോ? കണ്ടു. പക്ഷേ ഇപ്പോഴും മയക്കത്തിലാണല്ലോ ഡോക്ടർ. ശരിയാണ്. രേഖയ്ക്ക് ബോധം വന്നപ്പോഴാണ് ഞാൻ പ്രസാദിനെ വിളിച്ചത്. പക്ഷേ കണ്ണു തുറന്ന് ഒന്നോ രണ്ടോ വാക്ക് പറഞ്ഞ് വീണ്ടും ബോധം പറഞ്ഞു. സംസാരിച്ചോ? എന്താ രേഖ പറഞ്ഞ്? പറയേണ്ടത് തന്നെ, നമ്മളും പോലീസും കേൾക്കാൻ ആഗ്രഹിച്ചത്. എന്താ ഡോക്ടർ? രേഖയെ കൊല്ലാൻ ശ്രമിച്ചത് ആരാണെന്നറിയോ? ബാബു അല്ല, റാംമോഹൻ. രാമോഹനോ? യെസ്, രേഖ പറഞ്ഞു അത് അവനായിരുന്നു. പരോളിൽ വന്നതും രേഖയോട് സ്നേഹം അഭിനയിച്ചതും ആ ലക്ഷ്യം വെച്ചായിരുന്നു. ഈ ഐസിയുവിന് മുന്നിൽ വെച്ച് വെങ്ങിപ്പൊട്ടിയതും നിലവിളിച്ചതുമൊക്കെ മറ്റൊരു അഭിനയം. നമ്മളെല്ലാം അവന്റെ അഭിനയത്തിനു മുമ്പിൽ വീണുപോയി, ചതിയിൽപ്പെട്ടുപോയി. എന്നിട്ട് അയാളിപ്പോൾ എവിടെ ഉണ്ട്? അവനെ അങ്ങനെ അങ്ങ് രക്ഷപ്പെടാൻ ദൈവം അനുവദിച്ചില്ല. അവനിപ്പോ പോലീസ് കസ്റ്റഡിയിലാ. അമ്മേ, രേഖയ്ക്ക് ബോധം വീണു. ഏ, സത്യാണോ മോനെ? ഊമ്മേ, എവിടെ ബാലമാമ? അകത്തുണ്ട്. ബാലമാമ. ആ, ഞാനിവിടെ ഉണ്ട്. ബാലമാമ, എന്താടാ? രേഖയ്ക്ക് ബോധം വീണു ബാലമാമ. നേരാണോ? അതെ, ബോധം വീണെന്ന് മാത്രമല്ല, ആരാണ് തന്നെ കൊല്ലാൻ ശ്രമിച്ചെന്ന കാര്യവും രേഖ പോലീസിനോട് പറഞ്ഞു. ആരാ? വേറെ ആരുമില്ല, സ്വന്തം ഏട്ടൻ തന്നെ. റാംമോഹനോ? അതെ. എന്റെ ഈശ്വര, ഇതെന്തൊക്കെയായി കേൾക്കുന്നത്? സ്വന്തം അനിയത്തെ ഏട്ടൻ തന്നെ കൊല്ലാൻ നോക്കിയെന്നോ? അപ്പോ ഈ ലക്ഷ്യത്തിലാണ് അവൻ പരോളിലിറങ്ങിയത്. എനിക്ക് പക്ഷെ വിശ്വസിക്കാനാവുന്നില്ല. രേഖയുടെ അവസ്ഥയിൽ ഐസിയുവിന് മുമ്പിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദുഃഖിച്ചത് റാമായിരുന്നു. ശരിക്കും കരയായിരുന്നു അയാൾ. മാനസാന്തരപ്പെട്ടവനെ പോലെയായിരുന്നു ഓരോ വാക്കും. ഞാൻ സംശയിച്ചില്ല, ആരും ഒരല്പം പോലും സംശയിച്ചില്ല. അതാടാ യഥാർത്ഥ കുറ്റവാളിയുടെ വിജയം. കുറ്റം ചെയ്തിട്ട് മുങ്ങിയാലല്ലേ സംശയിക്കപ്പെടൂ. ഓ, എന്നാലും അയാൾക്ക് എങ്ങനെ തോന്നി സ്വന്തം കൂടപ്പിറപ്പിനെ? മനുഷ്യനാണോ അയാള്? അല്ലല്ലോ, സമൂഹത്തിൽ പലർക്കും മനുഷ്യന്റെ ആകൃതിയേ ഉള്ളൂ, ഉള്ളിൽ കാട്ടാളനാണ്. വെറുതെ ആ പാവം ബാവുവിനെ എല്ലാവരും സംശയിച്ചു. പോലീസ് പിടിച്ചോണ്ട് പോയപ്പോ അവൻ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടാവും. ഞാൻ അവനെ സംശയിച്ചിരുന്നില്ല ഒരിക്കലും.
സത്യം തെളിയുമെന്ന് എനിക്ക് നല്ല തീർച്ചയുണ്ടായിരുന്നു. വല്ലാത്ത കുറ്റബോധം തോന്നുന്നു. ഒരു നിമിഷത്തെ ആവേശത്തിന് ഞാനും ബാബുവിനെ സംശയിച്ചു പോയി. സുമിത്രയ്ക്ക് വേണ്ടിയാവും അവനാ ചെയ്തതെന്ന് ദേവൻ പോലും സംശയിച്ചു. യഥാർത്ഥ കുറ്റവാളി ഈ സമയത്തൊക്കെ ഞങ്ങളുടെ ഒപ്പം നിഷ്കളങ്ക നടിച്ച് അപാരമായി പെർഫോം ചെയ്യായിരുന്നു. മേനോൻ ഡോക്ടർ ചെല്ലുമ്പോ അവൻ വീട്ടിനകത്തുണ്ടായിരുന്നിരിക്കും അല്ലേ? ഇല്ല, ബാക്ക് ഡോർ വഴി സ്ഥലം വിട്ടു. എന്നിട്ട് പുറത്തുനിന്ന് വരുന്ന പോലെ വീട്ടിലേക്ക് കയറി വന്നു. ഭയങ്കരൻ. ഈ നിലയ്ക്ക് അവൻ അകത്തു പോയാലും കാര്യമില്ലല്ലോ. 8 or 10 കൊല്ലം കഴിയുമ്പോൾ പുറത്തിറങ്ങില്ലേ? രേഖയുടെ ജീവന് എന്തായിനി ഒരു ഉറപ്പ്? അങ്ങനെയൊക്കെ വിചാരിച്ചാ ജീവിക്കാനാവില്ല. ഒരാളെ കൊല്ലാൻ തുനിഞ്ഞിറങ്ങിയാ മറ്റുള്ളവർക്ക് ചാവേ നിർത്തിയുള്ളൂ. അവന്റെ ഹിറ്റ് ലിസ്റ്റിൽ രേഖ മാത്രമല്ല, ഞാനുണ്ട്. ഈശ്വര, നീ എന്താ പറഞ്ഞേ? നീ ഓരോന്ന് പറഞ്ഞ അമ്മയെ പേടിപ്പിക്കണ്ട. 10 വർഷത്തിന് ശേഷമുള്ള കാര്യമല്ലേ, അതപ്പം നോക്കാം. രമേശ, എന്തായാലും പ്രാർത്ഥന പോലെ എല്ലാം നടന്നു. രേഖയുടെ സ്ഥിതി മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പുതിയ തീയതി മുഹൂർത്തം നിശ്ചയിച്ച് ആ ചടങ്ങ് നടത്താം. എന്താ സുഭദ്രേ? സുഭദ്രേ, എന്താ ബാലേട്ട? അമ്മ 10 കൊല്ലം കഴിഞ്ഞുള്ള കാര്യം ഓർത്ത് കിടുങ്ങി നിന്നതാ. പ്രസാദിന്റെയും രേഖയുടെയും കല്യാണ തീയതി നിശ്ചയിക്കുന്ന കാര്യമായി പറഞ്ഞത്. അതോടനെ തീരുമാനിക്കണം. ഇല്ലെങ്കിലേ അവൻ നേരെ ICU കയറി ചെന്ന് താലി കെട്ടിക്കളയും. മുമ്പേ ഭീഷണിയുള്ളതാ.